ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ബാത്റൂമിലേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടാങ്ക് വീടിൻ്റെ മുകളിൽ കൊടുക്കും. മുകളിൽ കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി അത്രയും ഫോഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫോഴ്സ് നമുക്ക് കിട്ടാറില്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 അടിയുടെ ഒരു സ്റ്റാൻഡ് സെപ്പറേറ്റ് നമ്മൾ പണിത് കൊടുക്കും. അപ്പോൾ ഈ 5 അടിയുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഈ സ്റ്റാൻഡ് വെക്കുന്ന സമയത്ത് പണിയുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സ്റ്റാൻഡ് വളഞ്ഞു പോകാനുള്ള ചാൻസസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ നിലയുടെ ഹൈറ്റ് വരാൻ രീതിയിലുള്ള സ്റ്റാൻഡാണ്. ഇതേ സെയിം സൈൻ തന്നെയാണ് വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ മുകളിലും ചെയ്യേണ്ടത്. അതായത് ഇത്രയും ഹൈറ്റ് വേണമെന്നില്ല, 5 അടിയാണ് മിനിമം കൊടുക്കേണ്ടത്. 5 അടിയെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം. കാരണം അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു 5 അടിയെങ്കിലും ഹൈറ്റ് കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രഷർ നമ്മുടെ ലൈനുകളിൽ കിട്ടുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഇതുപോലെ കണ്ടോ, ഇതുപോലെ നമ്മൾ സി ചാനൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, ആംഗ്ലർ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, പട്ട അതുപോലെ ആംഗ്ലർ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരിക്കലും സി ടൈപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് പൈപ്പ് നമ്മൾ ട്രസ് വർക്കിന് ഉപയോഗിക്കുന്ന ടൈപ്പ് പൈപ്പുകൾ നമ്മൾ ക്രോസ് ആയിട്ടും അതുപോലെ തന്നെ സ്റ്റാൻഡ് ഇരിക്കുന്ന സ്ഥലത്തും കൊടുക്കരുത്. കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ ഓൾറെഡി ഒരു 1000 ലിറ്ററിൻ്റെ വെള്ളം ഓൾറെഡി അതിൻ്റെ മുകളിൽ വന്ന സമയത്ത് പതുക്കെ അത് വളഞ്ഞ് പോലെയുള്ള സിസ്റ്റത്തിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് ഓൾറെഡി വളഞ്ഞ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ടാങ്കിൻ്റെ അടിവശം ലെവൽ നഷ്ടപ്പെടുകയും ടാങ്കിൻ്റെ അടിവശം പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ടാങ്ക് പൊട്ടി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പൊട്ടിപ്പോയി നല്ല ലീക്ക് കാര്യങ്ങളൊക്കെ പതുക്കെ ഓൾറെഡി ടാങ്ക് കണക്ടറിൽ നിന്നൊക്കെ ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ടാങ്ക് കണക്ടർ അല്ലെങ്കിൽ ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സ്റ്റാൻഡ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കാണെന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് അതിൻ്റെ ബേസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കവച്ചു പോകാത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിരിക്കണം. കാരണം വെയിറ്റ് വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, ഒരു 1000 കിലോൻ്റെ വെയിറ്റാണ് ഓൾറെഡി മുകളിൽ വരുന്നത്. അപ്പോൾ ആ ഇരിപ്പ് ലോഡ് ആയതുകൊണ്ട് വികസിച്ച് പോകാനും അതുപോലെ തന്നെ സ്റ്റാൻഡ് വളയാനുള്ള ചാൻസസും കൂടുതലുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം ചെയ്യുന്നത് നമ്മൾ സീച്ചായിട്ട് അല്ലെങ്കിൽ ആംഗ്ലെയറാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. ആംഗ്ലെയറിൽ തന്നെ ടൈറ്റ് ചെയ്യുക, ആംഗ്ലെയറിൽ തന്നെ അതിൻ്റെ ബേസ്മെൻറ്റ് അടിക്കുക, ആംഗ്ലെയറിൽ തന്നെ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഓരോ പാവി കൊടുക്കുന്നത് ആംഗ്ലെയറിൽ തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും അടിയിൽ ക്രോസ് കൊടുക്കണം, അതായത് കവച്ചു പോകാതിരിക്കാൻ, അതായത് 4 കാലുകൾ തമ്മിൽ കവച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ക്രോസ് കൊടുക്കുന്നതും ആംഗ്ലെയർ തന്നെ കൊടുക്കണം. കേട്ടോ, ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ആംഗ്ലെയറാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പൈപ്പാണ്, അതായത് ഡ്രസ് വർക്കിന് ഉപയോഗിക്കുന്ന സാധാ നോർമൽ പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് കുറച്ച് കളയുമ്പോൾ വളഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ അത് ചെയ്തിട്ടില്ല, ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും അകലത്തിൽ കൂടിയാണ് നമ്മൾ ടാങ്കിൻ്റെ ഏറ്റവും ടോപ്പ് അടിച്ചിരിക്കുന്നതെങ്കിൽ കൂടിയും ടാങ്ക് വെക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും നമുക്ക് പറ്റുമെങ്കിൽ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ഷീറ്റോ അല്ലെങ്കിൽ GAയുടെ ഷീറ്റോ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് അവിടെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്റ്റാൻഡ് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ടാങ്കിന് ഒരിക്കലും പൊട്ടിപ്പോകാതിരിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ടാങ്ക് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളത്തിൻ്റെ ലോഡ് താങ്ങാവുന്ന രീതിയിലുള്ള കറക്റ്റായിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു വൈബ്രേഷൻ പോലും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വളച്ചിൽ പോലും, വളഞ്ഞു പോകുന്ന സിസ്റ്റം പോലും നമ്മൾ അടിക്കുന്ന സ്റ്റാൻഡിൽ ഉണ്ടാകരുത്. സ്റ്റാൻഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്ന 6000 രൂപ 7000 രൂപ കൊടുത്ത് വാങ്ങിച്ചു വയ്ക്കുന്ന ടാങ്ക് പൊട്ടി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് തന്നെ നല്ല രീതിയിൽ 10-20 വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ സിമ്പിളായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്റ്റാൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതായത് പെട്ടെന്ന് പ്രൈമർ അടിക്കുക. പ്രൈമർ എന്ന് വെച്ചാൽ പ്രൈമർ പെയിൻറ്റ് അടിക്കുക. പ്രൈമർ പെയിൻറ്റ് അടിച്ചതിന് ശേഷം വെയിലത്ത് പൊളിഞ്ഞു പോകാത്ത രീതിയിലുള്ള പെയിൻറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും കൂടി അടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തുരുമ്പുടിക്കുകയോ അതുപോലെ തന്നെ വളഞ്ഞു പോവുകയോ ലൈഫ് ലോങ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.